പൂഞ്ഞാറിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പൂഞ്ഞാറിന്റെ ചരിത്ര വഴികളിലൂടെ കടന്നു വരികയാണ്. അടുത്തതായി മായി ഹൃദയത്തിന്റെ ഭാഷയിൽ ബഹുമാനായ നമ്മുടെ ജനനായകൻ സെബാസ്റ്റ്യൻ MLA അദ്ദേഹത്തെ മുസ്ലിം യൂത്ത് ബഹുമാനായ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ട്രഷറർ സീനിയർ നേതാവ് CK ബഷീർ സാഹിബ്, അനീസ് കലത്ത്, പ്രിയപ്പെട്ട നൗഷാദ് പാലയംപറമ്പ്, പ്രിയപ്പെട്ട മുനിസിപ്പൽ ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി മജീദ് പാലയംപറമ്പ്, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കോൺഗ്രസ് പാർട്ടി മന്ത്രി നാസർ പാലയംപറമ്പ്, പ്രിയപ്പെട്ട ഇസ്മായിൽ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഷാക്കർ വരീനത്ത്, പ്രിയപ്പെട്ട യൂസഫ് കൈക്കാട്, യൂത്തിന് വേണ്ടി കൗൺസിൽ തുടങ്ങുന്നവർക്ക്, ആറാം വാർഡ് കൗൺസിലർ വേണ്ടി SK നൗഫൽ, പ്രിയപ്പെട്ട ഫൈസൽ, ബഹുമാന്യരായ യൂണിയത്തിന്റെ നേതാക്കളെ, എന്റെ സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, നിർണായകമായ ഐതിഹാസികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തോട് പൂഞ്ഞാർ എത്തപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന് ഇത്തവണ ഒരു ഭാഗ്യമായി ലഭിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ബൈപ്പാസ് ഉൾപ്പെടെ, കോട്ടുമുക്ക് ബൈപ്പാസ് ഉൾപ്പെടെ, മുട്ടൽ കവലയുടെ നവീകരണം ഉൾപ്പെടെ ഈരാറ്റുപേട്ടയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരുപിടി പണം മുടക്കിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറയാനായി ഞാൻ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മറ്റു നിലയ്ക്ക് നടക്കുന്നില്ല. നിരവധി യോഗങ്ങൾ ഇനിയും തീരുവാനുണ്ട്. നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണ, നിങ്ങൾ എനിക്ക് നൽകിയ ജനകീയത തീർച്ചയായും ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവെക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സുസ്ഥിരമായ ഒരു സാമ്പത്തിക വികസനമുണ്ടാകും. മതേതരത്വ മൂല്യങ്ങളിൽ അടിയുറപ്പിച്ച് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തെ നിർത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തട്ടെ. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾക്ക് പ്രത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാറ്റം അനിവാര്യമായ പൂഞ്ഞാറിന്റെ മണ്ണിൽ വികസനത്തിന്റെ പാഞ്ചജന്യം മുടക്കുവാൻ പൂഞ്ഞാറിന്റെ മണ്ണിൽ നിന്നും കേരള നിയമസഭയിലെ അകത്തളങ്ങളിലേക്ക് തന്നെ തിരഞ്ഞെടുപ്പ്